രുദ്രാക്ഷത്തിൻ്റെ മരം കണ്ടിട്ടുണ്ടോ? ഇതാണ് രുദ്രാക്ഷമരം. ഇതാണ് രുദ്രാക്ഷത്തിൻ്റെ കായ. ഇതിപ്പോൾ പച്ചയാണ്. ഈ കായയുടെ ഉള്ളിലാണ് രുദ്രാക്ഷം ഉള്ളത്. ഈ കാ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ തോട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് രുദ്രാക്ഷം എടുക്കുന്നത്. ഈ കാ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഉരുണ്ടിരിക്കും. അതിൻ്റെ കായയുടെ ഒരറ്റത്ത് ചെറിയൊരു വാല് പോലെയുണ്ട്. ഈ മരത്തിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ മാവിൻ്റെ ഇലയാന്ന് പറയുവേ. കുറച്ച് തിന്നായിട്ട് നീണ്ടിരിക്കുന്ന ഇലയാണ് രുദ്രാക്ഷ മരത്തിന്. ഈ കാണുന്ന വലിയ മരമാണ്. ഇതിൽ നിറയെ കായ്കളുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് മരത്തിന്. രുദ്രാക്ഷ മരത്തിൻ്റെ ഇലയും കായും പൂവും വേരും അതിൻ്റെ തൊലിയൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. രുദ്രാക്ഷ മരം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത് കാണിക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിത് കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ലായിരുന്നു. നല്ല ഭംഗിയാണ് അത് നിൽക്കുന്ന കാണാൻ. നിറച്ചൊരു പറമ്പ് നിറയെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് മരം. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഈ മരം എപ്പോഴും പച്ചയായിരിക്കും. ഇതിൻ്റെ കാ പഴുത്ത് കഴിഞ്ഞാൽ നീലയോ കറുപ്പോ നിറമായിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ പഴുത്ത കാ കണ്ടത് ഈ ഒരു കളറിലാണ്. ഇത് കറുത്ത നിറമാണ്. കുറേ കായ്കൾ താഴെ പഴുത്ത് വീണ് കിടപ്പുണ്ട്. അതുപോലെ മരത്തേലും പഴുത്ത് നിൽപ്പുണ്ട്. ഈ കായയുടെ തൊലി ഒന്ന് പൊട്ടിച്ചിട്ട് ഉള്ളിലുള്ള ആ രുദ്രാക്ഷം ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു മരം ഞാൻ കണ്ടത് നിലമ്പൂർ ഒരു റിസോർട്ടിൽ ഞങ്ങൾ പോയി താമസിച്ച സമയത്ത് അവിടെ കണ്ടതാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്താൽ മാത്രമേ അതിൻ്റെ ആ വരകളും ഇതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതിനി കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറെ കുറേ കായ്കളൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മരം മുഴുവനായിട്ടൊന്ന് കാണിച്ചു തരാവേ. കുറച്ചധികം കായ്കൾ ഇതിൽ എല്ലാ ബ്രാഞ്ചിലും കായ്കളുണ്ടായി കിടപ്പുണ്ട്. ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത കണ്ടോ? 4 ഭാഗത്തേക്കും ഇങ്ങനെ എകരങ്ങളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ എന്നാൽ ആ എകരങ്ങൾ കൃത്യമായിട്ട് ഒരു ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ ഇലകൾ കണ്ടോ? എല്ലാം നല്ല പച്ച നിറമാണ്. വളരെ കുറച്ചേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ പഴുത്ത ഇലകൾ. ഫുൾ ഒരു ഗ്രീനറിയാണ്. ഇതാണ് ഞാൻ അവിടുന്ന് പെറുക്കിയെടുത്ത രുദ്രാക്ഷം. ഇനി ഇത് ഏത് ടൈപ്പ് രുദ്രാക്ഷമാണെന്നറിയണ്ടേ? ഇത് 5 മുഖിയാണ്. 5 മുഖങ്ങളുള്ള രുദ്രാക്ഷമാണ്. ശിവൻ്റെ പഞ്ചമുഖത്തിന് പ്രതീകമായിട്ടാണ് ഈ ഒരു രുദ്രാക്ഷം കണക്കാക്കപ്പെടുന്നത്. 1 മുതൽ 21 വരെ മുഖങ്ങളുള്ള രുദ്രാക്ഷമുണ്ട്. മുഖം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹോള് കാണുന്നുണ്ടല്ലോ, അത് മുതൽ താഴേക്കുള്ള 5 വരകളാണ്. അത് താഴെ അങ്ങേ അറ്റം വരെ ഉണ്ടാവും ആ വരകൾ. അത് എണ്ണീട്ടാണ് ഇതിൻ്റെ എത്ര മുഖം ഉണ്ടെന്ന് കണക്കാക്കുന്നത്. ഈ ഒരു രുദ്രാക്ഷം സാധാരണയായിട്ട് ജപിക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് രുദ്രാക്ഷം മേടിക്കുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഇല്ലയോ എന്ന് അറിയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ വരകൾ നാച്ചുറൽ ആയിട്ടുള്ളതാണോ എന്ന് നോക്കുക. പിന്നെ ഈ നടുക്ക് കാണുന്ന ഹോൾ ഉണ്ടല്ലോ, അത് കൃത്രിമമായിട്ട് ഇട്ടിട്ടുള്ളതാണോ എന്നും കൂടെ നോക്കുക. പിന്നെ ഇതിൽ കാണുന്ന പാടുകളൊക്കെ നാച്ചുറലാണെങ്കിൽ ഏകദേശമൊക്കെ നമുക്കറിയാൻ പറ്റും. നാച്ചുറലായിട്ടുള്ള രുദ്രാക്ഷമാണെങ്കിൽ ഇതിനകത്തൊരു വിത്തുണ്ടാകും. അപ്പോൾ ആ വിത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റില്ല. അപ്പം ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ശരിക്കും നമ്മൾ നല്ല വില കൊടുത്തിട്ട് രുദ്രാക്ഷം വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. രുദ്രാക്ഷത്തിൻ്റെ ഈ കായയിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ തുമ്പത്ത് വാല് പോലുള്ളൊരു ഭാഗം കണ്ടോ? സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള കായ്കളിലൊന്നും ഇത് കാണാറില്ല. ഇതിൻ്റെ എല്ലാ ബ്രാഞ്ചസിലും കായ്കൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പെറുക്കിയെടുത്ത കായ്കളെല്ലാം ഒന്ന് കഴുകിയെടുത്ത് കാണിക്കാവേ.